ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് റൈഫിൾ ക്ലബ് എന്ന മൂവിയാണ്. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് 1991 മാംഗ്ലൂർ നഗരമാണ്. അവിടെ ദയാനന്ദ് എന്ന് പറയുന്ന ഒരു വലിയ റൗഡി ഉണ്ടായിരുന്നു. അയാളുടെ 2 മക്കളായിരുന്നു ബീരയും ബിച്ചുവും. അവിടെ വലിയൊരു പാർട്ടി നടക്കുകയാണ്. ആ പാർട്ടിയിൽ ഡാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അലിയും നാദിയ എന്ന് പറയുന്ന 2 പേരും അവരുടെ ഗ്രൂപ്പും വന്നിട്ടുണ്ട്. ഈ ദയാനന്ദിന്റെ കയ്യിലാകട്ടെ വ്യത്യസ്ത തരത്തിലുള്ള എക്യുപ്മെന്റ്സ് ഉണ്ടായിരുന്നു. ഗൺസും മറ്റും അയാൾ മറ്റുള്ളവർക്ക് വലിയ വിലയ്ക്ക് വിൽക്കാറുണ്ട്. അങ്ങനെ അലിയുടെ നാദിയുടെ ഡാൻസ് എല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ ബിച്ചു നാദിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട്, നീ എനിക്കൊരു ഉമ്മ തരാൻ. എന്നാൽ അവൾ അതിന് സമ്മതിക്കുന്നില്ല. എന്നാൽ അവൻ വീണ്ടും അവളുടെ അടുത്തേക്ക് വന്ന് നിർബന്ധിക്കാൻ തുടങ്ങി. അവസാനം അലി അതിനെ തടയുന്നു. നീ ആരുടെ മകനാണെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ നിന്നെ തൽക്കാലം ഒന്നും ചെയ്യാത്തതെന്നാണ് നാദിയ പറയുന്നത്. അന്ന് ബിച്ചുവിന്റെ ബർത്ത്ഡേ ആയിരുന്നു. അതിന്റെ പാർട്ടിയാണ് അവിടെ നടന്നത്. ഇവനാകട്ടെ വീണ്ടും നാദിയെ ഉപദ്രവിക്കാൻ വരികയാണ്. ഇത്തവണ നോക്കി നിൽക്കാതെ അലി ആകട്ടെ അവനെ അടിക്കുന്നു. ഒരൊറ്റ ചവിട്ടിന് അവിടെ ഉണ്ടായിരുന്ന ജനൽ വഴി അവൻ താഴേക്ക് വീണു. അവൻ നേരെ പോയി വീഴുന്നത് ഒരു വേസ്റ്റ് ബിന്നിലായിരുന്നു. ബീരയ്ക്കിട്ടും ഒരു ചവിട്ട് കൊടുത്തിട്ട് ഇവർ 2 പേരും അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടോ. വളരെ സീരിയസ് കണ്ടീഷനിലായിരുന്നു ബിച്ചുവിന്റെ അവസ്ഥ. ദയാനന്ദ് അവനെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലാക്കാൻ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് മറ്റൊരു സിനിമാ നടന്റെ വീടാണ്. ഷാജഹാൻ എന്നാണ് അയാളുടെ പേര്. സ്ഥിരമായിട്ട് റൊമാന്റിക് ഫിലിംസ് ചെയ്തുകൊണ്ടിരുന്ന അയാളാകട്ടെ ഇത്തവണ വ്യത്യസ്തമായിട്ട് വേട്ടമൃഗം എന്ന് പറയുന്നൊരു സിനിമ ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഷൂട്ടിങ്ങും മറ്റും അയാൾക്ക് പഠിക്കണമായിരുന്നു. കാട്ടിൽ പോയി വേട്ടയാടുന്നത് പഠിച്ചെങ്കിലേ പറ്റൂ. വയനാടുള്ള ഒരു റൈഫിൾ ക്ലബിലേക്ക് പോയി അതൊക്കെ പഠിക്കാനായിരുന്നു അവരുടെ തീരുമാനം. ആ സമയത്ത് അവിടേക്ക് ഒരു കോള് വരുന്നു. മാംഗ്ലൂർ പ്രശ്നം ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട അലിയായിരുന്നു അവിടേക്ക് വിളിച്ചത്. ഈ ഷാജഹാന്റെ കസിനാണ് അലി. എന്നാൽ അവൻ ഷാജഹാനോട് സംസാരിക്കാൻ അവന്റെ മറ്റൊരു കസിൻ സമ്മതിക്കുന്നില്ല. ഷാജഹാൻ ഇപ്പോൾ വലിയ സ്റ്റാറാ, നീ വെറുതെ അതും പറഞ്ഞിട്ട് അവനെ വിളിച്ച് ശല്യം ചെയ്യേണ്ടെന്നും പറഞ്ഞിട്ട് ആ ഫോൺ കട്ട് ചെയ്യുന്നു. അതിനിടയിൽ അവരാകട്ടെ വയനാടുള്ള റൈഫിൾ ക്ലബിലേക്ക് പോവുകയാണെന്നുള്ള കാര്യം അവനോട് സൂചിപ്പിച്ചിരുന്നു. അങ്ങനെ ഷാജഹാനും കൂട്ടരും നേരെ വയനാടുള്ള റൈഫിൾ ക്ലബിലേക്ക് പോയി. ആ ക്ലബിലുള്ള ഒരുവിധപ്പെട്ട എല്ലാവരും തന്നെ ഷൂട്ടിംഗ് വിദഗ്ധരായിരുന്നു. മിക്ക ദിവസങ്ങളിലും അവിടെ പ്രാക്ടീസ് ഉണ്ട്. വേട്ടയാടൻ പതിവായി കാട്ടിൽ പോകുന്നവരാകട്ടെ വേട്ടയാടിയ മൃഗങ്ങളെയെല്ലാം തന്നെ ഒരു റോപ്പ് വഴി ഇവിടേക്ക് എത്തിക്കുകയാണ് പതിവ്. അങ്ങനെ ഷാജഹാൻ അവിടെ എത്തിയപ്പോഴാകട്ടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാര് ആ ക്ലബിനെ പറ്റിയും അതിന്റെ ഫൗണ്ടേഴ്സിനെ പറ്റിയും എല്ലാം തന്നെ അവനോട് പറയുന്നു. 3 പേരായിരുന്നു ഈ ക്ലബ്ബ് നടത്തിക്കൊണ്ടിരുന്നത്. ലോനപ്പനും കൊച്ചോസീപ്പും സക്കറിയും. അതിനകത്ത് കൊച്ചോസീപ്പും സക്കറിയും മരിച്ചുപോയി. ഇപ്പോൾ ലോനപ്പൻ മാത്രമേ ഉള്ളൂ. മരിച്ചുപോയ സക്കറിയുടെ മകനായ അവറാനാണ് ഇപ്പോൾ ഈ ക്ലബിന്റെ സെക്രട്ടറി. ഈ കാണുന്ന 2 പേരുടെ പേര് കോശി എന്നും ജോഷി എന്നുമായിരുന്നു. സഹോദരന്മാരായ ഇവരില് കോശി വക്കീലും ജോഷി പള്ളി വികാരിയുമായിരുന്നു. ഇതാണ് ലോനപ്പൻ, ഈ ക്ലബിന്റെ ജീവിച്ചിരിക്കുന്ന ഒരു ഫൗണ്ടർ. അരയ്ക്ക് താഴോട്ട് തളർന്നിരിക്കുന്ന ഇയാൾ എപ്പോഴും വീൽ ചെയറിലാണ്. ഇയാളുടെ മരുമകളാണ് കൊച്ചുമോള്. അതായത് നേരത്തെ ഫോട്ടോ കാണിച്ച സക്കറിയുടെ മകൾ കൊച്ചുമോൾ, അവറാന്റെ ഒരു സഹോദരി. ഇത് അവറാന്റെ ഭാര്യ സിസിലി. ഷാജഹാൻ താൻ ഇവിടേക്ക് വന്നതിന്റെ ഉദ്ദേശവും ഷൂട്ടിംഗ് പഠിക്കുന്നതിനെ പറ്റിയും എല്ലാം തന്നെ അവറാനോട് സംസാരിക്കുന്നു. ഷാജഹാനെ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യിക്കണമെങ്കിൽ രാത്രിയിൽ വേട്ടയ്ക്ക് തന്നെ ഇറങ്ങി പോകണമെന്നാണ് അവറാൻ പറയുന്നത്. ആ തോക്കുകളും മറ്റും പരിചയപ്പെടുത്തുന്നിടയ്ക്ക് അവറാനാകട്ടെ തങ്ങളുടെ വാൾട്ടിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോകുന്നു. പഴയ തലമുറയിൽ നിന്ന് തന്നെ കൈമാറ്റം ചെയ്ത് കിട്ടിയ ഒരുപാട് ഗൺസും ആയുധങ്ങളും എല്ലാം തന്നെ ആ വാൾട്ടിനുള്ളുണ്ട്. അത് അങ്ങനെ ഇങ്ങനെ ആരെയും തന്നെ തുറന്നു കാണിക്കാറില്ല. ലോനപ്പന്റെ മകൻ ഗോഡ്ജോ ആകട്ടെ അവറാനോട് പറയുന്നുണ്ട്, ക്ലബിന്റെ സെക്രട്ടറിയായ അളിയൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഇവരെ വേണമെങ്കിൽ അത് തുറന്നു കാണിക്കാമെന്ന്. എന്നാൽ തൽക്കാലം അവറാൻ അതിന് നിൽക്കുന്നില്ല. കൊച്ചുമോളുടെ ഭർത്താവാണ് ഈ ഗോഡ്ജോ, അതായത് അവറാന്റെ അളിയൻ. ഇനി അടുത്തതായിട്ട് പരിചയപ്പെടുത്തുന്നത് ഈ 3ാമത്തെ ഫൗണ്ടറായ കൊച്ചോസേപ്പിന്റെ മൂത്ത മകളായ ഇട്ടിയാനത്തിനെയാണ്. ആ ക്ലബിലെ തന്നെ ഏറ്റവും നല്ല ഷൂട്ടറായിരുന്നു ഇട്ടിയാനം. ഇനി കാണിക്കുന്നത് ഇട്ടിയാനത്തിന്റെ എക്സ് ഹസ്ബൻഡായ ഡോക്ടർ ലാസറിനെയാണ്. ആ ക്ലബിലെ എല്ലാ അംഗങ്ങൾക്കും ആഹാരം പാകം ചെയ്തു കൊടുക്കുന്നത് ഇയാളായിരുന്നു. എല്ലാവർക്കും ഇയാളെ വലിയ കാര്യമാണ്. അന്ന് രാത്രി എല്ലാവരും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുകയും ഷാജഹാന്റെ സിനിമകളെ പറ്റിയൊക്കെ സംസാരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ കുറച്ചു കഴിയുമ്പോഴാകട്ടെ മാംഗ്ലൂരിൽ നിന്നും രക്ഷപ്പെട്ടു വന്ന അലിയും നാദിയും ഇവിടേക്ക് വരികയാണ്. ഷാജഹാൻ ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയായിരുന്നു അവരുടെ വരവ്. അതേസമയം അവറാനും സംഘവും ഷാജഹാനെ കൂട്ടി വേട്ടയ്ക്ക് പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു. അവറാനും സിസിലിക്കും 2 നായ്ക്കളുണ്ട്. അതിലൊന്നിനെ അവറാൻ വേട്ടയ്ക്ക് കൂട്ടിക്കൊണ്ടുപോകും, മറ്റേത് സിസിലിയുടെ കൂടെ ഉണ്ടാകും. പോകുന്നതിന് മുമ്പ് തന്റെ കഴുത്തിൽ കിടന്ന കുരിശുമാല എടുത്ത് അവൾ അവറാൻ ഇട്ടുകൊടുക്കുന്നു. ഇത്തവണ ഒരു സന്തോഷ വാർത്ത കൂടി അവൾക്ക് പറയാനുണ്ടായിരുന്നു, താൻ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം. അവറാൻ ഇത് കേട്ട് ഒരുപാട് സന്തോഷത്തിലായി. ആ സമയം കൊണ്ട് അലി നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ഷാജഹാന്റെ അടുത്ത് പറയുന്നു. ആ ചെക്കൻ മരിച്ചിട്ടുണ്ടോ ഇല്ലയോന്നൊന്നും അവർക്കറിയില്ലായിരുന്നു. എന്താണെങ്കിലും തൽക്കാലം നിങ്ങൾ ഇവിടെ ഇരിക്ക്, നമുക്ക് നോക്കാമെന്നാണ് ഷാജഹാൻ പറയുന്നത്. അപ്പോഴേക്കും അവറാനാകട്ടെ ഷാജഹാനെ വേട്ടയ്ക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ വന്നു. ഇവരൊക്കെ ആരാന്ന് ചോദിക്കുമ്പോൾ ഷാജഹാൻ അവറാനോട് പറയുന്നുണ്ട്, ഇതിന്റെ കസിനാണെന്നും ഇവർ 2 പേരും ഒളിച്ചോടി വന്നതാണെന്നും. യഥാർത്ഥത്തിൽ ഉണ്ടായ ഇഷ്യൂസിനെ പറ്റി ഒന്നും തന്നെ അവറാനോട് തൽക്കാലം ഷാജഹാൻ പറയുന്നില്ല. അവരെ അവിടെ ഇരുത്തിയ ശേഷം ഷാജഹാനും കൂട്ടരും അവറാനും കൂട്ടരുടെയും കൂടെ വേട്ടയ്ക്ക് പോയി. അതേസമയം അലി തള്ളിയിട്ട് കൊന്ന ബിച്ചുവിന്റെ സഹോദരൻ ബീരയാകട്ടെ അവരെ തേടി ഇവിടെ എത്തിയിരുന്നു. ഇവർ സഞ്ചരിച്ചിരുന്ന ആ ടാക്സി ഡ്രൈവറെ ബീര കാണുകയും ഇവരെ എവിടെ ഇറക്കിയതെന്നും ചോദിക്കുന്നു. അപ്പോഴേക്കും അവറാനും ഷാജഹാനും ബാക്കിയുണ്ടായിരുന്ന കുറച്ചു പേരും കാട്ടിലേക്ക് പോകാൻ ഇറങ്ങിയിരുന്നു. അവര് പോയി കഴിഞ്ഞതും അലിയും നാദിയും ചേർന്നിട്ട് ഇട്ടിയാനത്തിനോടും ബാക്കിയുള്ളവരോടും നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു. ആ പയ്യൻ ചത്തോന്ന് ചോദിക്കുന്നു.
ചോദിക്കുമ്പോൾ അതറിയില്ല എന്നാണ് അലി പറയുന്നത്. തൽക്കാലം ഇതിപ്പോ ഇനി ആരോടും പറയാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവര് മറ്റു പാർട്ടികളിലേക്ക് കടന്നു. കുറച്ചു കഴിയുമ്പോൾ ഇട്ടിയാനവും സൂസനും ചേർന്നിട്ട് സിഗരറ്റ് വലിക്കാൻ വേണ്ടി പുറത്തേക്ക് വന്നു. ആ സമയത്താണ് ബീര അവിടേക്ക് വരുന്നത്. ഈ ക്ലബ്ബ് ആരാ നടത്തുന്നതെന്ന് അവൻ ചോദിക്കുന്നു. നിനക്കാരെ കാണണ്ടെന്ന് ചോദിക്കുമ്പോൾ അവൻ തിരിച്ചു പറയുന്നത് ഇവിടെ ആണുങ്ങളാരുമില്ലേ, അവരെ വിളിക്കാനാണ്. എന്നാൽ ഇട്ടിയാനം പറയുന്നുണ്ട് നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്റെ അടുത്ത് പറഞ്ഞാൽ മതിയെന്ന്. ഞാൻ ആണാണെന്ന് നീ വിചാരിച്ചോ? എന്നിട്ട് അവൾ തന്റെ കയ്യിലുണ്ടായിരുന്ന തോക്കെടുത്ത് ചൂണ്ടിക്കാണിക്കുന്നു. പക്ഷെ അവൻ കൂടുതലൊന്നും പറയാതെ അവിടെ നിന്ന് തിരിച്ചുപോയി. ആ വണ്ടി നമ്പർ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി മാംഗ്ലൂരിൽ നിന്നുള്ള ആൾക്കാരാണെന്ന്. അവനൊരു ബൂത്തിൽ നിന്നും തന്റെ അച്ഛൻ ദയാനന്ദനെ വിളിക്കുന്നുണ്ട്. ആ പയ്യനും പെണ്ണും ആ ക്ലബിൽ തന്നെ ഉണ്ടെന്നും അവിടെ കുറച്ച് ഓൾഡ് ഏജ് ആൾക്കാരുള്ളതെന്നും അവൻ അച്ഛനോട് പറയുന്നു. ഞാൻ വന്നിട്ട് മതി എന്തെങ്കിലും ചെയ്യുന്നതെന്ന് അയാൾ വീണ്ടും വീണ്ടും അവനോട് പറയുന്നുണ്ട്. എന്നാൽ അവൻ അപ്പൊ തന്നെ അവിടെ കയറി അവരെ ആക്രമിക്കണം എന്നൊരു മൈൻഡായിരുന്നു. അവന്റെ അച്ഛൻ പറയുന്നുണ്ട് ആ പെണ്ണിനും അവനും നമുക്ക് നല്ല പണി കൊടുക്കാം. അവളെ നമുക്ക് തുണിയില്ലാതെ ഈ വയനാട് നിന്നും മാംഗ്ലൂർ വരെ ഓടിക്കണമെന്നാണ് അയാൾ പറയുന്നത്. ഇത് കേട്ടപ്പോ ബീരയ്ക്ക് കുറച്ച് സന്തോഷം തോന്നി. എന്നാൽ അതിന്റെ ഇടയ്ക്ക് ബീരയാകട്ടെ ബിച്ചുവിനെ പറ്റി ചോദിക്കുന്നു. അവൻ ചത്തുപോയെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് നീ എന്താ അങ്ങനൊക്കെ പറയുന്നത്, അവൻ ചത്തിട്ടൊന്നുമില്ല, അവനിപ്പോ ഓറഞ്ച് ജ്യൂസ് കുടിച്ചിട്ട് കിടന്നതേ ഉള്ളൂ എന്ന്. അയാളുടെ ആ ഒരു പറച്ചിലൂടെ ബീര മനസ്സിലാക്കി ബിച്ചു മരിച്ചു എന്ന്. തന്റെ അച്ഛൻ തന്നോട് കള്ളം പറയുകയാണ്. ഇനി അച്ഛൻ വരുന്നത് വരെ ഒന്ന് നോക്കി നിൽക്കാൻ അവൻ തയ്യാറായിരുന്നില്ല. എത്രയും പെട്ടെന്ന് ആ ക്ലബിൽ കയറി അവരെല്ലാം ആക്രമിച്ചിട്ട് ആ പയ്യനെയും പെണ്ണെയും പിടിക്കുക എന്നതായിരുന്നു അവന്റെ ലക്ഷ്യം. അതേസമയം ഇവിടെ അവറാനും കൂട്ടരും ആകട്ടെ ഷാജഹാനെ പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു. ഒരു പന്നിയെ ചൂണ്ടിക്കാണിച്ചിട്ട് അതിനെ വെടിവെക്കാൻ ഷാജഹാനോട് പറയുന്നു. കുറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ ഷാജഹാൻ അതിനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അത് കുറച്ചു നേരത്തേക്കൊന്ന് വീണ് കിടന്നെങ്കിലും പൂർവാധികം ശക്തിയോടുകൂടി ഷാജഹാന്റെ നേരെ പാഞ്ഞെടുത്തു. എന്നാൽ ഷാജഹാൻ പേടിച്ചില്ല. കറക്റ്റ് സമയത്ത് തന്നെ അവറാൻ അതിനെ ഷൂട്ട് ചെയ്തിടുന്നു. താൻ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ധൈര്യം ഷാജഹാൻ ഉണ്ടെന്ന് അവറാൻ പറയുന്നു. ആ സമയത്ത് ക്ലബ്ബ് ആക്രമിക്കാൻ വേണ്ടിയിട്ട് ബീരയും കൂട്ടരും അവിടേക്ക് വന്നിരുന്നു. അവർ നേരെ ക്ലബിനകത്തേക്ക് കയറി ചെന്നിട്ട് ഇട്ടിയാനത്തിന്റെ സംഘത്തിന്റെ നേരെ തോക്കു ചൂണ്ടുന്നുണ്ട്. അവരാരും തന്നെ ഒരു തരി പോലും അനങ്ങുന്നില്ല. ഒരു പേടിയും അവരുടെ ആരുടെയും മുഖത്തുണ്ടായിരുന്നില്ല. ആരും പേടിക്കാതിരിക്കുന്ന കണ്ടിട്ട് ബീരയാകട്ടെ അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളിലേക്കെല്ലാം തന്നെ ഷൂട്ട് ചെയ്യുന്നു. കുറെ നേരം ഷൂട്ട് ചെയ്ത ശേഷം അവൻ ബാക്കിയുള്ളവരുടെ മുഖത്ത് നോക്കുമ്പോൾ എല്ലാവരും നേരത്തെ എങ്ങനെ ഇരുന്നോ അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. ഒരു ഇമ പോലും വെട്ടിയിട്ടില്ല. ഈ ക്ലബിലുള്ള എല്ലാവരും ഷാർപ്പ് ഷൂട്ടേഴ്സ് ആണ്. അവരാരും തന്നെ ഈ വെടിവെച്ച് കേട്ട് പേടിക്കുന്നവരായിരുന്നില്ല. അത് കണ്ടപ്പോൾ നമ്മുടെ ബീരയൊന്ന് വിയർത്തു. ബീരയും കൂട്ടരും വിചാരിക്കാത്ത നിമിഷത്തിൽ പലയിടത്തു നിന്നും വെടിയുണ്ടകൾ വരാൻ തുടങ്ങി. ബീര ഉൾപ്പെടെ എല്ലാവർക്കും തന്നെ വെടിയേറ്റു. ആരാ വെടിവെച്ചേന്നോ എവിടുന്ന ഇതൊക്കെ വന്നേന്നു പോലും അവർക്ക് ചിന്തിക്കാനുള്ള സമയം കിട്ടിയില്ല. അതായിരുന്നു ആ ക്ലബിലുള്ളവരുടെ പ്രത്യേകത. ബീരയുടെ കൂടെ ഉണ്ടായിരുന്ന അവന്റെ അച്ഛന്റെ സഹോദരനാകട്ടെ അവിടെ നിന്നും എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് പുറത്തേക്ക് പോയി. ബീര അവിടെ കുടുങ്ങിപ്പോയിരുന്നു. ബീരയുടെ കയ്യിൽ നിന്നും തെറിച്ചു വീണ ഗണ്ണെടുത്തിട്ട് ലോനപ്പൻ നോക്കിയിട്ട് പറയുന്നുണ്ട് ഇത് .22 ഗണ്ണാണ്. അപ്പോൾ ഇനി .32 വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ കരുതിയിരുന്നെങ്കിലേ പറ്റൂ. അവറാനെ വിളിക്കാൻ ലോനപ്പൻ പറയുന്നുണ്ട്. അങ്ങനെ ഗോഡ്ജോ പോയി ഫ്ലെയർ ഗൺ ഉപയോഗിച്ച് ആകാശത്തേക്ക് വെടിവെക്കുന്നു. അതേസമയം ഒരു പന്നിയെ കൊന്ന ശേഷം അതിനെ കെട്ടുകയായിരുന്നു അവറാൻ. ആ ഫ്ലെയർ ഗണ്ണിന്റെ വെളിച്ചം കണ്ടെങ്കിലും അവറാൻ പറയുന്നുണ്ട് അത് ലോനപ്പാപ്പൻ ചുമ്മാ ചെയ്യുന്നതായിരിക്കും, നമുക്കെന്തായാലും ഒരു പന്നിയെ കൂടി പിടിച്ചിട്ട് പോകാമെന്ന്. അങ്ങനെ അവർ വീണ്ടും അടുത്ത പന്നിയെ പിടിക്കാൻ കാടിനുള്ളിലേക്ക് കയറി. പക്ഷെ പെട്ടെന്നൊരു കടുവയുടെ ഒച്ച അവർ കേൾക്കുന്നുണ്ട്. അവരെല്ലാവരും കടുവയെ നോക്കി സജ്ജരായി നിന്നു. ആ കടുവയാകട്ടെ അവർക്ക് ചുറ്റും റൗണ്ട് അടിക്കുകയായിരുന്നു. അതേസമയം ഇവിടെ ബീരയെ തേടി അവന്റെ അച്ഛനും കൂട്ടരും വന്നിരിക്കുന്നു. ദയാനന്ദ് അവിടെ എത്തിയതും നേരത്തെ രക്ഷപ്പെട്ടു പോയ അയാളുടെ ആ സഹോദരനാകട്ടെ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ദയാനന്ദിനോട് പറയുന്നു. അയാൾ ആകെ തകർന്നു. തന്റെ ഒരു മകനെ തനിക്ക് നഷ്ടപ്പെട്ടു, രണ്ടാമത്തെ മകനെയും തനിക്ക് നഷ്ടപ്പെടുമെന്നുള്ള ഭയം വന്നതോടുകൂടി അയാൾ രണ്ടും കൽപ്പിച്ച് തന്റെ ഡ്രസ്സെല്ലാം അഴിച്ചിട്ട് ആകെ ഒരു ട്രൗസർ മാത്രം ഇട്ടുകൊണ്ട് ആ ക്ലബിനുള്ളിലേക്ക് കയറി പോകുന്നു. അതേസമയം ക്ലബിലാകട്ടെ വെടിയേറ്റ് കിടന്ന ബീരയെ അവർ ശുശ്രൂഷിക്കുകയായിരുന്നു. ഡോക്ടർ ലേസറാകട്ടെ അവന്റെ ആ മുറിവ് തുന്നിക്കെട്ടാനുള്ള ശ്രമത്തിലാണ്. അവൻ ഓൾറെഡി മയക്കുമരുന്ന് ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ വേദനയൊന്നും വലുതായിട്ട് അവൻ അറിയുന്നുണ്ടായിരുന്നില്ല. പാതി മയക്കത്തിലായിരുന്നു അവൻ. എന്നാൽ ചെറുതായിട്ട് ബോധം വന്നതും അവൻ അവരെല്ലാം തട്ടിമാറ്റിയിട്ട് പേടിച്ചൊരു സൈഡിലേക്ക് മാറി. ലേസർ പലതവണ അവനോട് വിളിച്ചു പറയുന്നുണ്ട് ഞാൻ നിന്നെ ഉപദ്രവിക്കുകയല്ല, നിന്റെ മുറിവ് വെച്ച് കെട്ടുകയാണെന്ന്. അത് നീ വിചാരിക്കുന്ന പോലെ വെറൊരു സ്ക്രാച്ച് അല്ല, ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ട്, നിനക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. എന്നാൽ അവൻ അതൊന്നും തന്നെ കേൾക്കാതെ അവരെ പേടിച്ച് ഒരു സൈഡിലേക്ക് മാറിയിരിക്കുകയായിരുന്നു. അടുത്തേക്ക് വരുന്നവരെ അവൻ കത്തി കാണിച്ച് പേടിപ്പിക്കാൻ തുടങ്ങി. ആ സമയത്താണ് ദയാനന്ദ് അവിടേക്ക് കയറി വരുന്നത്. എന്റെ കയ്യിൽ ആയുധങ്ങളൊന്നും തന്നെയില്ല, ഞാനൊരു പ്രശ്നത്തിന് വന്നതല്ല, എന്റെ മകൻ എവിടെയെന്ന് ചോദിക്കുന്നു. ആ സമയത്ത് ഉള്ളിൽ നിന്നും വേദന കൊണ്ടുള്ള ബീരയുടെ കരച്ചിൽ അയാൾ കേൾക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ വന്നെന്ന് മനസ്സിലായതും അവൻ പുറത്തേക്ക് ഇറങ്ങി വന്നു. അവന്റെ അവസ്ഥ കണ്ടിട്ട് അയാൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ലേസർ പറയുന്നുണ്ട് താൻ അവനെ ഹെൽപ്പ് ചെയ്യാനാ ശ്രമിച്ചുകൊണ്ടിരുന്നേന്ന്. എന്നാൽ അതൊന്നും വിശ്വസിക്കാതെ ദയാനന്ദ് എങ്ങനെയൊക്കെയോ തന്റെ മകനെയും കൂട്ടി അവിടെ നിന്നും പോയി. അയാളും പറയുന്നുണ്ട് ഇത് ചെറിയൊരു സ്ക്രാച്ച് അല്ലേ, അത് ശരിയായിക്കോളൂ എന്ന്. സംഭവം കൈവിട്ടു പോകുമെന്ന് സിസിലിക്ക് മനസ്സിലായിരുന്നു. എത്രയും പെട്ടെന്ന് അവറാനെ വിവരം അറിയിക്കാൻ വേണ്ടിയിട്ട് അവളുടെ അടുത്തുണ്ടായിരുന്ന നായയുടെ കഴുത്തില് ഒരു നോട്ട് എഴുതി വെച്ചിട്ട് അതിനെ കാട്ടിലേക്ക് പറഞ്ഞു വിട്ടു. ഇവരിവിടെ കടുവയെ ഉന്നം വെച്ച് നിൽക്കുകയായിരുന്നല്ലോ. ആ സമയത്താണ് ഈ നായ അവിടേക്ക് വരുന്നത്. ആ കടുവയാകട്ടെ ഈ നായയെ ആക്രമിക്കുകയും അതിന്റെ തലയാകട്ടെ കടിച്ചെറിയുകയും ചെയ്യുന്നു. തല പോയി വീഴുന്നത് അവറാന്റെ അടുത്ത്. അതിന്റെ ബെൽറ്റിലുണ്ടായിരുന്ന നോട്ട് എടുത്ത് വായിക്കുമ്പോഴാണ് ക്ലബ് അപകടത്തിലാണെന്ന് അവർ മനസ്സിലാക്കുന്നത്. അവർ എത്രയും പെട്ടെന്ന് തിരിച്ച് ക്ലബ്
ക്ലബിലേക്ക് പോകാൻ തയ്യാറായി. ഇവിടെ ബീരയും കൊണ്ടുപോയ ദയാനന്ദാകട്ടെ തന്റെ മകന്റെ ശരീരത്തിൽ നിന്നും അവന്റെ ഡ്രസ്സ് എടുത്തിടുകയാണ്. ബീര മരിച്ചിരിക്കുന്നു. തന്റെ 2 മക്കളെ നഷ്ടപ്പെട്ട അയാൾ നല്ല ദേഷ്യത്തിലായിരുന്നു. ബീരയുടെ മൃതദേഹം അവിടെ ഉണ്ടായിരുന്ന കൊക്കയിലേക്ക് എറിഞ്ഞിട്ട് അയാൾ അപ്പൊ തന്നെ പകരം വീട്ടാൻ ഇറങ്ങി പുറപ്പെടുന്നു. അതേസമയം ക്ലബിലെ ആൾക്കാരാകട്ടെ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് മുതിർന്നവരെയും കുട്ടികളെയും അവിടെ നിന്നും തങ്ങളുടെ കുടുംബത്തേക്ക് മാറ്റുകയാണ്. കോശിയാണ് അവരെ എല്ലാവരെയും വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്നത്. അവരെ എല്ലാവരെയും സേഫ് ആയിട്ട് എത്തിക്കേണ്ട ജോലിയും കോശിക്കായിരുന്നു. എന്നാൽ കോശി അങ്ങനെ പോകുന്ന വഴിക്ക് ഓപ്പോസിറ്റ് ദയാനന്ദന്റെ വണ്ടി വരുന്നു. അവർക്ക് മനസ്സിലായി അത് ക്ലബിലുള്ളവരുടെ വണ്ടിയാണെന്ന്. ദയാനന്ദ് ആ വണ്ടിക്ക് നേരെ ഷൂട്ട് ചെയ്തെങ്കിലും കോശി അത് വിദഗ്ധമായിട്ട് അവിടെ നിന്നും രക്ഷപ്പെട്ടു പോകുന്നു. ക്ലബിലേക്ക് എത്തിയ ദയാനന്ദും കൂട്ടരും ആകട്ടെ പുറത്തുനിന്നും ഉള്ളിലേക്ക് വെടിവെക്കാൻ തുടങ്ങി. ക്ലബിലെ ആൾക്കാരും തിരിച്ചു വെടിയുതിർക്കാൻ തുടങ്ങി. വലിയൊരു പോരാട്ടം തന്നെയാണ് അവിടെ നടക്കുന്നത്. ദയാനന്ദിന്റെ കൂടെ ഒരു സ്നൈപ്പർ ഉണ്ടായിരുന്നു. അത് കാരണം ക്ലബിലെ 1-2 പേർക്ക് വെടിയേൽക്കുന്നു. ലോനപ്പനോട് ഗോഡ്ജോ വന്ന് പറയുന്നുണ്ട് ഇത് നമ്മുടെ കയ്യിൽ നിൽക്കില്ലാന്ന് തോന്നുന്നു. എന്നാൽ ലോനപ്പൻ ചിരിച്ചുകൊണ്ടിരിപ്പായിരുന്നു. നിങ്ങളുടെ ഈ ചിരിയൊക്കെ മിക്കവാറും മാറുമെന്നാണ് ഗോഡ്ജോ പറയുന്നത്. ദയാനന്ദിന്റെ കയ്യിലുള്ള റൈഫിൾസ് എല്ലാം തന്നെ മുന്തിയ ഇനമാണ്. നമ്മൾക്ക് ഇതുകൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. എല്ലാവരും ലോനപ്പനോട് പറയുന്നുണ്ട് നമ്മുടെ വാൾട്ട് തുറന്ന് അതിൽ സാധനങ്ങളൊക്കെ എടുക്കാൻ. എന്നാൽ ലോനപ്പൻ പറയുന്നത് തുറക്കുന്ന കാര്യമൊക്കെ ഓക്കെ, പക്ഷെ അവറാൻ വന്നെങ്കിലേ പറ്റൂ. അവന്റെ കയ്യിലെ ചാവി. തൽക്കാലം ആ തോട്ടയെടുത്ത് അവർക്ക് നേരെ എറിയാനാണ് ലോനപ്പൻ പറയുന്നത്. അങ്ങനെ ഇവരുടെ കുക്കായിരുന്ന ആ വല്യപ്പനാകുട്ടർ തോട്ടയെടുത്ത് കത്തിച്ച് അവർക്ക് നേരെ എറിയാൻ തുടങ്ങിയതും അയാളെ അവർ ഷൂട്ട് ചെയ്ത് വീഴ്ത്തി. എന്നാൽ മരിക്കുന്നതിന് മുമ്പ് അയാൾ പറയുന്നത് ഇങ്ങനെയായിരുന്നു, ഇനിയിപ്പോ താക്കോലൊന്നും നോക്കി നിൽക്കേണ്ട കാര്യമില്ല. വാൾട്ടിന്റെ വാതിൽ തകർത്ത് അതിലുള്ള സാധനങ്ങൾ എടുത്ത് ഇവന്മാരെ എല്ലാം തീർത്ത് കളയാൻ. അത് കേൾക്കേണ്ട താമസം ഗോഡ്ജോ ആകട്ടെ ഒരു ഗ്യാസ് കുറ്റിയും കൊണ്ടുപോയി വാൾട്ടിന്റെ വാതിലിലേക്ക് ഇട്ടിട്ട് അത് ഷൂട്ട് ചെയ്ത് ആ വാതിൽ തകർക്കുന്നു. അകത്തേക്ക് കയറി അവൻ ഞെട്ടിപ്പോയി. അവിടെ ഒരു ഗണ്ണ് പോലും ഉണ്ടായിരുന്നില്ല. വോൾട്ട് കാലിയാണ്. അവൻ വന്ന് ലോനപ്പനോട് വഴക്കിടുന്നു. അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം എന്തെന്ന് ചോദിക്കുന്നു. അയാൾ പറയുന്നുണ്ട് അതൊന്നും അവിടെ ഇല്ല, എല്ലാം ഞാൻ മാറ്റിയെന്ന്. എവിടെയെന്ന് ചോദിക്കുമ്പോൾ അതെല്ലാം ഫാമിലിയിൽ ഇരിക്കുകയാണെന്നാണ് അയാൾ പറയുന്നത്. ഇവിടെ റെയ്ഡ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ പൂർവികരുടെ സാധനങ്ങളൊന്നും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുടുംബത്തേക്ക് അത് മാറ്റിയത്. ക്ലബിലുള്ളവർ ആകെ ടെൻഷനിലായി. ഇനിയിപ്പോ ഉള്ള ആയുധങ്ങൾ വെച്ചിട്ട് വേണം ഇവരെ നേരിടാൻ. പക്ഷെ കറക്റ്റ് ആ സമയത്ത് അവറാനും കൂട്ടരും ആ മൃഗങ്ങളെ കൊണ്ടുപോകുന്ന റോപ്പിലൂടെ വരുന്നു. പുറത്തുനിന്ന് ആക്രമിച്ചുകൊണ്ടിരുന്ന ആ ദയാനന്ദന്റെ ആൾക്കാരെ എല്ലാം തന്നെ അവർ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ആ സ്നൈപ്പറിനെയും അവറാൻ കൊന്നു. ബാക്കിയുണ്ടായിരുന്ന ആൾക്കാരെ എല്ലാം ദയാനന്ദ് വിളിച്ചിട്ട് വീണ്ടും ഒരു പ്ലാൻ ഇടുകയാണ്. ദയാനന്ദന്റെ സഹോദരൻ പറയുന്നുണ്ട് നമ്മൾ ഈ കളിക്കുന്നത് തീക്കളിയാണ്. അവരെല്ലാം ഷാർപ്പ് ഷൂട്ടേഴ്സ് ആണ്. നമ്മുടെ കയ്യിലുള്ളതെല്ലാം തന്നെ ഗൺ ട്രേഡേഴ്സ് ആണ്. അവരൊന്നും ഷാർപ്പ് ഷൂട്ടേഴ്സ് അല്ല. കുറച്ചു പേർക്ക് മാത്രമേ നല്ല പോലെ ഷൂട്ട് ചെയ്യാൻ അറിയൂ. ഇവിടെ ക്ലബിലുണ്ടായിരുന്ന ആൾക്കാരുടെ കയ്യിലും വെടിയുണ്ടകൾ കുറവായിരുന്നു. ആകെ 45 ബുള്ളറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. അവർ ഏകദേശം 13 പേര് ബാക്കിയുണ്ടാകും. അവർക്ക് ഓരോരുത്തർക്കും 3 ബുള്ളറ്റ് വെച്ച് കണക്ക് കൂട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാവരെയും കൊല്ലാൻ പറ്റൂ എന്നാണ് ലോനപ്പൻ പറയുന്നത്. അതുകൊണ്ട് ഇവിടെ പക്കാ പ്ലാനിങ്ങോട് കൂടിയാണ് ക്ലബിലെ ആൾക്കാർ ഇരിക്കുന്നത്. രണ്ടും കൽപ്പിച്ച് ക്ലബിലുള്ള ആൾക്കാരെ തീർക്കാൻ വേണ്ടിയിട്ട് ദയാനന്ദും കൂട്ടരും വീണ്ടും ഇറങ്ങുന്നു. ഒരു സൈഡില് അലിയും നാദിയും ആകെ ടെൻഷൻ അടിച്ചിരിപ്പാണ്. അവരുടെ കൂടെ ഷാജഹാനും കൂട്ടരും ഇരിപ്പുണ്ട്. ദയാനന്ദനെ കുറിച്ച് ആൾക്കാർ വന്നിട്ട് ബൈക്കിൽ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയിരുന്നു. അതിലൊരാൾ ഉള്ളിലേക്കും കയറി. അയാൾ എല്ലായിടത്തും തുര ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. ചെറുതായിട്ടൊരു വെടിയുണ്ട അവറാന്റെ ശരീരത്തിലൂടെയും കടന്നുപോയി. അയാളുടെ കയ്യിൽ നിന്നും നമ്മുടെ ലോനപ്പനും വെടിയേറ്റിരുന്നു. പക്ഷെ അയാളുടെ കാലിലാണ് വെടിയേറ്റത്. ഓൾറെഡി തളർന്ന കാലായതുകൊണ്ട് അയാൾക്ക് അതൊന്നും വലിയ കാര്യമായിട്ട് തോന്നിയില്ല. അകത്തേക്ക് കയറിയ കുറെ ആൾക്കാരെ എല്ലാം തന്നെ ക്ലബിലെ ആൾക്കാർ തീർത്തു. അവസാനം വരുന്നത് നമ്മുടെ ദയാനന്ദും കുറച്ച് ആൾക്കാരുമാണ്. ദയാനന്ദാകട്ടെ ആ 3 ഫൗണ്ടേഴ്സിന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ നിന്നിട്ട് മൂത്രമൊഴിക്കുന്നു. ഇത് കണ്ട് നമ്മുടെ ഡോക്ടർ ലേസറിന് ശരിക്കും ദേഷ്യം വരുന്നുണ്ടായിരുന്നു. കൂട്ടത്തിൽ ഒരുത്തനാകട്ടെ വാതിൽ തകർത്തുകൊണ്ട് അലിയും സംഘവും ഇരിക്കുന്നിടത്തേക്ക് വന്നു. അവന്മാരെ എല്ലാം തന്നെ അലിയും ഷാജഹാനും ചേർന്ന് നേരിട്ടോ. ദയാനന്ദൻ വിളിച്ചു ചോദിക്കുന്നുണ്ട് ഇവിടുത്തെ ഇൻചാർജ് ആരാണെന്ന്. ഞാനാണ് ഇവിടുത്തെ സെക്രട്ടറി എന്ന് അവരാൻ വിളിച്ചു പറയുന്നു. ദയാനന്ദൻ തന്റെ കയ്യിലുള്ള തോക്കിനെ പറ്റിയും തന്നെ പറ്റിയൊക്കെ വലിയ രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി. ഉള്ളിൽ പേടിയുള്ളവന്മാരാ കയ്യിലുള്ള ആയുധത്തിന്റെ പേര് പറഞ്ഞ് ബാക്കിയുള്ളവരെ പേടിപ്പിക്കുന്നുവെന്ന് പറഞ്ഞ് അവറാൻ അയാളെ കളിയാക്കുന്നു. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ദയയില്ലാതെ നിന്നെ കൊന്നുകളയുമെന്നാണ് അവറാൻ പറയുന്നത്. ബാക്കി എല്ലാവരും അപ്പോഴും ബാക്കിയുള്ള ആൾക്കാരുമായിട്ട് വലിയ ഷൂട്ടിങ്ങിലായിരുന്നു. ഒടുവിൽ ബാക്കി എല്ലാവരെയും തന്നെ ക്ലബിലെ ആൾക്കാർ കൊന്നൊടുക്കി. അവസാനം ബാക്കിയായത് നമ്മുടെ ദയാനന്ദൻ മാത്രമാണ്. താൻ ഒറ്റയ്ക്കായെന്ന് മനസ്സിലായതും ദയാനന്ദൻ പുതിയ അടവിറക്കുന്നു. നമുക്ക് നേർക്കുനേർ നിന്ന് കളിക്കാമെന്നും ഒറ്റയ്ക്കൊറ്റയ്ക്ക് വന്ന് കളിക്കാമെന്നും അവറാനോട് പറയുകയാണ് ദയാനന്ദ്. അതിനെ മെക്സിക്കൻ സ്റ്റാൻഡ് ഓഫ് എന്നായിരുന്നു പറയുന്നത്. ഒറ്റയ്ക്കൊറ്റയ്ക്ക് വന്ന് നിൽക്കും, കയ്യിലൊരു റിവോൾവറും ഉണ്ടാകും, അനങ്ങിയാൽ വെടിവെക്കും. അതായിരുന്നു നിബന്ധനകൾ. അതും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദയാനന്ദ് ഉള്ളിലേക്ക് കയറിയതും കാണുന്നത് അവറാനെ മാത്രമായിരുന്നില്ല. ആ ക്ലബിലെ എല്ലാ അംഗങ്ങളും അയാൾക്ക് നേരെ തോക്കു ചൂണ്ടി അനങ്ങാതെ നിൽക്കുന്നതായിരുന്നു. അതോടെ ദയാനന്ദ് ഒന്ന് പതറി. കുറച്ചുനേരം അങ്ങനെ നിന്ന് ദയാനന്ദാകട്ടെ തന്റെ ഗണ്ണിന്റെ ട്രിഗറിലേക്ക് വിരലൊന്ന് കൊണ്ടുപോയതും ആ നിമിഷം തന്നെ ആ ക്ലബിലുണ്ടായിരുന്ന എല്ലാവരും അയാളെ ഷൂട്ട് ചെയ്യുന്നു. അങ്ങനെ എല്ലാവരുടെയും വെടി കൊണ്ട് താഴേക്ക് വീണ് ദയാനന്ദ് മരിച്ചു. നേരത്തെ അയാൾ മൂത്രം ഒഴിച്ചെടുത്ത് ഇപ്പൊ അയാളുടെ രക്തമാണ് കിടക്കുന്നത്. ഇവിടെയാണ് ഈ മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നു എന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.